നെക്സ്റ്റ് നമ്മുടെ ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അല്ലെങ്കിൽ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഡ്രോബാക്സ് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്താണെങ്കിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് 1 and 0 അല്ലെങ്കിൽ 0 and 1 അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. ഡി എന്ന് പറയുന്ന ഒറ്റയേ ഉള്ളൂ. മറ്റത് എസ് ആർ അല്ലെങ്കിൽ ആർ എസ് രണ്ട് ഇൻപുട്ട്സ് ആണ് വരുന്നത്, രണ്ട് ഔട്ട്പുട്ട്സ്. ഇവിടെ ഒരേ ഒരു ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടുമാണ് വരുന്നത്. ആ ഇൻപുട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ആണ്. നമ്മൾ ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഒരു ഇൻവെർട്ടർ വെച്ച് ഇൻപുട്ടിനെ ഇൻവെർട്ടർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ നാൻഡ് ഗേറ്റ്സ് 1 and 2 അതിൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് തന്നിരിക്കുന്നത് ഡി 1 ആകുമ്പോൾ സെറ്റ്, 0 ആകുമ്പോൾ റീസെറ്റ് എന്ന് പറയുന്നതാണ്. ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കറസ്പോണ്ടിങ് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഡി 1 ആണെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂ ഈസ് 1. ഡി 0 ആണെങ്കിൽ റീസെറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു 0. ഓക്കെ. ഡി എന്ന് പറയുന്നത് ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഡി സ്റ്റാൻഡ്സ് ചെയ്യുന്നത്. സോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതുപോലെ ഇരിക്കും. നമ്മുടെ ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്തും കൂടെ വരും, ഒരു അഡീഷണൽ ഒരു ഇൻവെർട്ടറും കൂടെ വരുന്നതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത് മൊത്തത്തിൽ എന്താണ്, 3 ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഈ തന്നിരിക്കുന്നത് മൊത്തത്തിൽ. അതിലൊരു ഇൻവെർട്ടറും കൂടി നമ്മുടെ ആറിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ടിൽ ഒരു ഇൻവെർട്ടറും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്നിട്ട് അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ഒരു ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ ഡി. സോ ഡി 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും, ക്യൂ പ്രീവിയസ് എന്തായിരുന്നാലും ഔട്ട്പുട്ട് 0. അതുപോലെ ഡി 1 ആവുന്ന സമയത്ത് ക്യൂ 0 ആണെങ്കിൽ അത് 1 ആവും, 0 ആണെങ്കിൽ 1 ആവും, 1 ആണെങ്കിൽ 0 ആവും. ഇനി ക്യൂ 1 ആയിരുന്നു, ആ കണ്ടീഷനിലും ഡിക്ക് 2 വാല്യൂസ് കൊടുക്കുക, എന്ത് കിട്ടും, ഡി 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1. അപ്പോൾ പ്രീവിയസ് ക്യൂ എന്തായിരുന്നാലും ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ഡിയുടെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അപ്പോൾ പ്രീവിയസ് ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ വരുന്നതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഡിയുടെ കറസ്പോണ്ടിങ് നമ്മൾ ഇത് വച്ചിട്ട് ഒരു കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്തു. ക്യൂ ടി പ്ലസ് 1 ഇസ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഇൻപുട്ടിനെ മാത്രം, ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദ ഫംഗ്ഷൻ ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ സെറ്റ് ആൻഡ് റീസെറ്റ്. അതായത് JK എന്ന് പറഞ്ഞാൽ J സെറ്റിനും K റീസെറ്റിനും തുല്യമാണ് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. J സെയിം ആസ് S, K സെയിം ആസ് R. നോ ചേഞ്ച് കണ്ടീഷൻസ് ഫോർ ഓപ്പറേഷൻസ് ഓഫ് ദി നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷൻസിൽ no change conditions. അതല്ല, അതുപോലെ the difference is that JK flip flop has no invalid state like SR. SRൽ രണ്ടും 1 ആണെങ്കിൽ ക്യൂവും ക്യൂ ബാറും 0 ദാറ്റ് ഈസ് ആൻ ഇൻവാലിഡ് കണ്ടീഷൻ. അങ്ങനെ ഒരു ഇൻവാലിഡ് കണ്ടീഷൻ ഉണ്ടാവില്ല. നമ്മുടെ JK എന്ന് പറയുന്നത് സെയിം ആസ് SR ആണ്, പക്ഷേ ഒരു ഡിഫറൻസ് എന്താണ്, SRന് ഉണ്ടാവുന്ന ഇൻവാലിഡ് കണ്ടീഷൻ എവിടെ ഉണ്ടാവുന്നില്ല, JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഉണ്ടാവുന്നില്ല. ക്ലോക്ക്ഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഷോൺ തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് ക്യൂ എന്ന് പറയുന്നത് ആൻഡ് ചെയ്തിട്ടുണ്ട് കെയുമായിട്ട്. CP നമ്മൾ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ക്യൂ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ J ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ നേരത്തെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സെയിം, അതിനകത്ത് എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്, അതെ, ക്യൂ എന്ന് പറയുന്നത് കെയിലേക്കും ക്യൂ ബാർ എന്ന് പറയുന്നത് ജെയിലേക്കും നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. CP എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട്. ദെൻ ക്യൂ പ്രീവിയസ്ലി 0 ആകുമ്പോൾ നേരത്തെ പോലെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടും 0 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്, ഇപ്പോൾ ക്ലോക്ക് പൾസ് കൊടുത്താൽ തന്നെയും ഇത് നമ്മളൊരു 0 കൊടുക്കുന്നത് കൊണ്ട് ആൻഡ് ഗേറ്റിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ദെൻ 0 + 0 ഈസ് 0, 0 കോംപ്ലിമെൻറ്റ് 1. സോ 1 + 0 ഈസ് 1, 1 കോംപ്ലിമെൻറ്റ് 0, 0, 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതായത് 0യിൽ തന്നെ നിൽക്കും ആദ്യത്തേത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ക്യൂ എന്ന് പറയുന്നത് 0 തന്നെ, K എന്ന് പറയുന്നത് 1, J എന്ന് പറയുന്നത് 0, CP എന്ന് പറയുന്നത് 1. സോ 0 നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ നമ്മൾ നേരത്തെ അതേ കണ്ടീഷൻസ്, 0, 0 ആണെങ്കിൽ 1, ഇവിടെ 1, 0 ആണെങ്കിൽ 0. അപ്പോൾ 0യിൽ തന്നെ വീണ്ടും രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്.
0 1 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക്. സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് 0യിൽ അടുത്തത് ഏതാ, J1 K0 CP1. ഇത് കൊടുക്കുമ്പോൾ 0, ഇത് 0 ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ഓട്ടോമാറ്റിക് 1 ആയിരിക്കും. ആ 1ഉം ഈ 1ഉം കൂടി കൊടുക്കുമ്പോൾ ഇവിടെ 1 വന്നു. ദെൻ നമ്മുടെ ഇവിടെ 1, ഇത് 0, 1 + 0 ഈസ് 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് ഈസ് 0, 0 + 0 ഈസ് 0, 0ൻ്റെ കോംപ്ലിമെൻറ്റ് ഈസ് 1. സോ 1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. അതേമാതിരി നമ്മളിതെല്ലാം ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ആൻസറിൽ തന്നെ കിട്ടും. പ്രീവിയസ് ക്യൂവും ജെയും കെയുമാണ് നമ്മൾ നോക്കേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. അതിനെ നമ്മളൊരു കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ J⁴ + K⁴Q എന്നാണ് കിട്ടുക. അപ്പോൾ അതെന്താണ് മീനിങ്, ഇൻപുട്ടിനെയും പ്രീവിയസ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. പ്രീവിയസ് ഔട്ട്പുട്ടാണ് എന്ത്, Q അല്ലെങ്കിൽ Q⁴ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത് കിട്ടേണ്ടുന്നത് എന്താണ്, QT+1. ഓക്കെ, അപ്പോൾ QT+1 എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട്, നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് പ്ലസ് ഇൻപുട്ടായ ജെയും കെയിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഡി എടുക്കുകയാണെങ്കിലോ QT+1 = D itself. ക്യൂവിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ Q⁴ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കൊടുക്കുന്ന ഇൻപുട്ടിനെ മാത്രം. എന്നാൽ JK ആവുമ്പം കൊടുക്കുന്ന മുന്നേ കൊടുത്ത ഔട്ട്പുട്ട്സിനെയും ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് 0 0 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q0 Q0 തന്നെ, അതായത് ചേഞ്ച് ഒന്നുമില്ല, നേരത്തെ എന്തായിരുന്നു അതിൽ തന്നെ റിമൈൻ ചെയ്യും. 0 1 ആണെങ്കിൽ 0 1 എന്ന് പറഞ്ഞാൽ K സെയിം ആസ് റീസെറ്റിൻ്റെ R ആണ്. അപ്പോൾ എന്താണ്, 0 ആണ്, Q ഈസ് 0, Q0 ആണെങ്കിൽ Q⁴ ഈസ് 1, ദാറ്റ് ഈസ് റീസെറ്റ്. J1 ആണെങ്കിൽ ദാറ്റ് ഈസ് സെറ്റ്, സെറ്റ് എന്ന് പറഞ്ഞാൽ Q ഈസ് 1, Q⁴ ഈസ് 0, സെറ്റ്. 1 1 കണ്ടീഷനിൽ Q⁴ Q0 അത് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ടോഗിൾ മീൻസ് ചേഞ്ച് ചെയ്യുക. നമ്മൾ 1 1 കൊടുക്കുന്നതനുസരിച്ച് ചില സമയത്ത് അത് 0 എന്നും ചില സമയത്ത് 1 എന്നും ഇങ്ങനെ ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എന്ത് Q0 ആയാലും Q⁴ ആയിരുന്നാലും രണ്ട് ഡിഫറെൻറ്റാണ്. ഒന്ന് 0 ആകുമ്പോൾ മറ്റൊന്ന് 1 ആയിരിക്കും, ഒന്ന് 1 ആയിരിക്കും മറ്റൊന്ന് 0 ആയിരിക്കും. അതായത് രണ്ടും ഒരേ സമയം 0 എന്ന് പറയുന്ന ഇൻവാലിഡ് കണ്ടീഷൻസ് ഉണ്ടാവത്തില്ല. ഇതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. T ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ JK നമ്മൾ ടൈ ചെയ്ത് ഒരൊറ്റ ആക്കുമ്പോൾ T ഫ്ലിപ്പ് ഫ്ലോപ്പ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഒരുമിച്ചാക്കി ഒരു ഇൻവെർട്ടറും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ D ആയി. JK ടൈ ചെയ്ത് ഒരൊറ്റ എണ്ണാക്കുമ്പോൾ T ഫ്ലിപ്പ് ഫ്ലോപ്പായി. ഓക്കെ, T സ്റ്റാൻഡ്സ് ഫോർ ടോഗിൾ എന്നാണ്. നമ്മുടെ T ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇത് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് അല്ലേ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത്രയും JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇതിൽ ഈ Jയുടേതും Kയുടേതും കൂടി ചേർത്ത് നമ്മൾ T എന്ന് പറയുന്ന ഒരൊറ്റ ഇൻപുട്ടാക്കി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പോൾ T എന്ന് പറയുന്നത് TQ⁴ + T⁴Q. അത് നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്രീവിയസ് ഔട്ട്പുട്ട് എന്താണോ അതിന്. ഓക്കെ, അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടുന്നത്, ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓരോന്നും പ്രീവിയസ് 0 ആണെങ്കിൽ Qന് 0 Tക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് QT+1 കിട്ടി. ഇനി Qന് 0 തന്നെയാണ്, Tക്ക് 1 കൊടുത്തപ്പോൾ എന്ത് ഔട്ട്പുട്ട്. അതേപോലെ എല്ലാ കണ്ടീഷനും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടേബിളിലതുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നതിൻ്റെ ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്.